ഓപ്പണാണ് 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 കേൾക്കാം. നമ്മളൊക്കെ അതിഥികളല്ല മണ്ഡല ജില്ലക്കാർ നമ്മളെ അതിഥികളല്ല രണ്ടാളും. ഡോക്ടറെ കണ്ടോ? ഞാൻ ഒന്നിലോട് ആകണവരെ പാട്ടുകാരൻ കഴിഞ്ഞ നമ്മളെ മീറ്റിങ്ങിനെ സംബന്ധിച്ച് ആശീസ് പറഞ്ഞത് നമ്മൾ വളരെയധികം വേദനപ്പെട്ട ഒരു സംഭവമാണ്. പാലത്തിന് അന്ന് നമ്മൾ ആ സ്റ്റേജിലിരുന്ന് പ്രസംഗിച്ച ആ രംഗം ഇപ്പോഴും നമ്മുടെ മനസ്സിൽ വിട്ടുപോയിട്ടില്ല. എല്ലാ താലൂക്ക് തലത്തിലുള്ള കൂടിച്ചേരലുകളും പൂർത്തീകരിക്കണം എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ്. വളരെ സമയമില്ലാഞ്ഞിട്ട് എനിക്ക് താലൂക്ക് അടിസ്ഥാനത്തിൽ നല്ലൊരാളില്ല. പക്ഷെ അന്ന് എനിക്ക് അപ്പോൾ ഇതിൽ പങ്കെടുക്കണമെന്ന് ആശയുണ്ട്. പിന്നെ ഞാൻ നമ്മുടെ പ്രിയ സുഹൃത്തുക്കൾ പറയുന്നതോട് സൂചിപ്പിച്ചു സി എമ്മിനെ അതിനേക്കാളും ബന്ധമുണ്ട്. സി എമ്മിനായിട്ട് ഞങ്ങൾ ഒരുമിച്ച് ക്ലാസ്മേറ്റ്സുമായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു ബികോം തിരുവനങ്ങാടി പോലെ ആദ്യം പുതിയ ആൾക്കാരെ ഉണ്ടാവും പരിചയ പറ്റി കൊടുത്താളി അറിയാത്ത സ്ഥലം എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സംഗതി ഇവിടെ സംഘടിപ്പിച്ചത് അതാണ് എൻ്റെ ഏറ്റവും വലിയ സംഭവം. കുറേ ആൾക്കാർ ഇവിടെ പറയുന്നത് അങ്ങനെ ആലോചിക്കുന്നു. കുറേ ആൾക്കാരുടെ കൂട്ടത്തിലെ സീനിയർ ബഷീർ സാഹിബ്, അടുത്ത സീനിയർ പത്മനാഭൻ റിട്ടയർ ചെയ്തിട്ട് ഈ മാസം 31 വന്നാൽ 21 കൊല്ലായി. റിട്ടയർ ചെയ്തിട്ട് 21 കൊല്ലായി ആവാൻ പോകുന്നു. പണി ഒന്നുകൊണ്ടൊന്ന് പോയി നോക്കി നമ്മളെ പാലുണ്ടാവില്ലായിരുന്നു. ഇങ്ങനെ 3 മരണം എൻ്റെ വീട്ടിലുണ്ടായി. അപ്പോൾ എൻ്റെ ഒരു അനുജൻ സ്പോർട്സുകാരാകുമ്പോൾ മാരത്തോണം പോകും. അത് പറയാം. പിന്നെ അതിന് പറഞ്ഞ കാര്യം ചെല്ലോ. സൂപ്രണ്ട് MK സാറ് ഇന്നിവിടെ ഇനി കൂടിച്ചേരലിൽ എത്തിപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും പിന്നെ എന്താ പറയാ താലൂക്ക് തരത്തിലുള്ള മീറ്റിങ്ങുകളൊക്കെ
ഔപചാരിക കാര്യങ്ങളൊക്കെയാണ് ഇവിടെ സൂചിപ്പിച്ചു. ഔപചാരികളൊക്കെ ഒഴിവാക്കണം എന്നുള്ള ഒരു അഭിപ്രായത്തിലാണ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, നമ്മുടെ ബഹുമാനന്മാരെ സഹോദരൻ, ഏകദേശം റിട്ടയർ ചെയ്തിട്ട് 1 വർഷമായി. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, എല്ലാവരും ഇങ്ങനെ വരുന്ന കാണുക, സന്തോഷം പങ്കിടുക. പിന്നെ പറഞ്ഞപ്പോ കുറച്ച് ഹാർട്ട് ടച്ചിങ് ആയി. നമസ്കാരം. ജപ്പാനോ മുമ്പേ നടന്നു. വളരെ കുറച്ച് കാലം മഞ്ചേരി സർക്കിളിൽ ഒരു കൊല്ലത്തിൽ താഴെ ഒരു ജോലി ചെയ്തെങ്കിലും മിക്കവാറും ഇവിടെയുള്ള ആളുകൾ കൂടെ നാസർ സാർ ഇവിടെ ഉണ്ടാച്ചാൽ എല്ലാവരും കൂടെ ജോലി സാറ് ഒന്നും പറയില്ല, ആശംസ വേണുള്ളൂ. ഈ നമ്മളെ കൂട്ടായ്മയിൽ പങ്കെടുക്കാനും പങ്കെടുക്കാനുള്ള ആരോഗ്യ ആവശ്യക്കാരും എന്ന് പറഞ്ഞിട്ട് പക്ഷേ സാറും സംസാരമായി ഫോൺ ചെയ്യുമ്പോൾ എത്രമാത്രം നമ്മൾ വിളിക്കണം എന്ന് ആലോചിച്ചു വേണം. ഈ 73 ആളെ ഞാനല്ലെങ്കിൽ വേറെ ആൾ വിളിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് ഒരു പ്രതികരണം ഉണ്ടാകണം എന്നാണ് എനിക്ക് പറയുന്നത്. പിന്നെ എല്ലാം നമ്മൾ വിളിക്കുന്നതിലേറെ ഇപ്പോൾ ഒരാളെ മൊബൈൽ ഒരാൾ അടുത്ത് എന്നും ബന്ധപ്പെടുന്ന ഒരാളെ ഉണ്ടാവും, അവർ വിളിക്കുക. വെറുതെ നമ്മൾ പരിപാടി ഇല്ലേന്ന് പറഞ്ഞിട്ടൊന്ന് വിളിച്ചാൽ എന്താണ് കുറച്ചുകൂടിയൊക്കെ ഒരു ഇതിന് പാർട്ടിസിപ്പേഷൻ ആവും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് നമ്മൾ പറയാനുള്ളത് 9-ാം തീയതിയുള്ള നമ്മളെ ജില്ലാ പരിപാടിക്ക് പരമാവധി ആളുകളെ പങ്കെടുപ്പിക്കാനുള്ള ഒരു ശ്രമം എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണം. തമ്പുരു വീട്ടും വീടാണീ വീട്, എന്നും എന്നും പൂക്കണി വിടരും വീടാണീ വീട്. പൊന്നും പിന്നും ചൂടി വരുന്നു താരകൾ, ഓരമിടുന്നു പൊന്മുളയിട്ടൊരു പുലരിപ്പെൺ കനവ്. മൂവന്തി പൊന്നും പിന്നും ചൂടി വരുന്നു താരകൾ, ഓലമിടുന്നു പൊന്മുളയിട്ടൊരു പുലരിപ്പെൺ കനവ്. കണ്ണുകൾക്ക് പൊൻകണി, കാതുകൾക്ക് തേൻമൊഴി, പിന്നിലാരു നൽകിയതാണീ സമ്മാനം. ഓ ചന്ദ്രരേഖ പൂത്തുലഞ്ഞൊരു പൊൻവീട്.